ഷീജേ. അച്യുതന്റെ വിളി കേട്ട് ഷീജ സ്റ്റൗവിന്റെ തീ അല്പം കുറച്ചുകൊണ്ട് തിരിഞ്ഞപ്പോഴേക്കും ആള് അടുക്കള വാതിലോളം എത്തിയിട്ടുണ്ട്. ഊണിനുള്ളത് നോക്കിയോ? ചോദ്യത്തിനൊപ്പം ആള് അടുക്കളയിലെ പാത്രങ്ങളിലേക്ക് ഒന്ന് നോട്ടം പായിച്ചു. അവിലിന് അരപ്പ് ചേർക്കണം, പിന്നെ പായസം ഉണ്ടാക്കണം, ബാക്കിയൊക്കെ ആയിട്ടുണ്ട്. വരുമ്പോ ചായക്ക് കൊടുക്കാനോ? അതവൻ പച്ചക്കറി വാങ്ങാൻ പോയപ്പോ കിണ്ണത്തപ്പവും ഉണ്ണിയപ്പവും വാങ്ങി വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് വറവുമുണ്ട്. എല്ലാം നല്ലോണം ആയിക്കോട്ടെ. കുഞ്ഞെണീറ്റില്ലേ? പിള്ളേരോ? മോൻ എണീറ്റിട്ടുണ്ട്. അമ്മ അവനെ കുളിപ്പിക്കാം. നീലിമ അമ്മയ്ക്ക് അടുത്തുണ്ട്. ജിതിൻ നിളയെ എഴുന്നേൽപ്പിക്കാൻ മുകളിലേക്ക് പോയിട്ടുണ്ട്. നിലയ്ക്ക് ക്ഷീണം കാണും, ഇന്നലെ വൈകിയല്ലേ വന്നത്. പിന്നെ ഓരോന്നും വാങ്ങാനും പിടിക്കാനും എത്ര ദിവസമായി അരച്ച്. തിരിച്ച് അകത്തേക്ക് നടക്കുന്നതിനിടയിൽ അച്യുതൻ കഴിഞ്ഞ ദിവസങ്ങളെ ഓർത്തു പറഞ്ഞു. അമ്മ കഴിക്കാനെടുത്തേ. ജിതിൻ സ്റ്റെയർ ഇറങ്ങി വരും വഴിയെ വിളിച്ചു പറഞ്ഞു. നിലയോ? അവൾ ഫ്രഷ് ആകാൻ കയറിയിട്ടുണ്ട്. വിഷയെ വിളിച്ചിരുന്നോ നീ? അച്യുതൻ കഴിക്കാൻ ഇരുന്നു കൊണ്ട് തിരക്കി. അവര് മിക്കവാറും 11 മണിയൊക്കെ കഴിയുമ്പോഴേക്കും എത്തും. ഇന്നിപ്പോ അവര് ഇവിടേക്ക് വന്ന് കണ്ടു പോട്ടെ. പിന്നെ ഒരു ദിവസം ആ വീടും വിഷയത്തിനെ കൊണ്ടുപോയി കാണിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവ് കഴിഞ്ഞു എങ്ങനെ വേണം കാര്യങ്ങൾ? നീലിമയോ നിളയോ എന്തെങ്കിലും പറഞ്ഞോ? അധികം നീണ്ടു പോകണ്ട എന്നാണ് എനിക്ക്. നന്ദനോട് കൂടി ചോദിക്കണം എന്ത് തീരുമാനം എടുക്കുമ്പോഴും. നകുലിന്റെ വീട്ടുകാരുടെ അഭിപ്രായങ്ങൾ മാനിക്കണം. ആദ്യം അവര് വന്ന് കാണട്ടെ, ബാക്കിയൊക്കെ നമുക്ക് അതിന് ശേഷം തീരുമാനിക്കാം. വിശ്വജിത്തിന്റെ വീടോ ചുറ്റുപാടോ വീട്ടുകാരെയോ ഒന്നും വലിയ പരിചയം ആവാത്തതുകൊണ്ട് ഷീജയ്ക്ക് ആകെ അങ്കലാപ്പാണ്. അതൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. കല്യാണം അവിടെ അങ്കിളും ആന്റിയും ഉറങ്ങുന്ന മണ്ണിൽ മതിയെന്ന് നീലിയും പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിലും അവിടെ വെച്ച് തന്നെ മതി, അച്യുതനും പറഞ്ഞു. രണ്ടാളും കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് നിള വന്നത്. ഗോൾഡൻ കളർ കുർത്തയും പാൻറ്റുമാണ് വേഷം. കുളിച്ചു. അഴിഞ്ഞു കിടന്ന നനവ് വിടാത്ത അവളുടെ മുടി കണ്ട് ജിതിൻ ചിരിയൊതുക്കിക്കൊണ്ട് പയ്യെ പറഞ്ഞു. അവൻ പറഞ്ഞത് നിലയ്ക്ക് ഊഹിക്കാവുന്നതേ ഉള്ളായിരുന്നു. മാമൻ ഇരിക്കുന്നത് കൊണ്ട് മാത്രം അവനെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചവൾ. വാ മോളെ കഴിക്കാം. ഷീജ അവൾക്ക് കൂടി പ്ലേറ്റ് എടുത്തു. ഞാൻ ഒന്ന് വാവയെ കണ്ടിട്ട് വരാം ആന്റി. നിള നീലിമയുടെ റൂമിലേക്ക് ചെന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ചതിന്റെ ഒരു കരച്ചിലും ബഹളവുമാണ് കുഞ്ഞിച്ചക്കൻ. അമ്മമ്മ ബെഡിലിരുന്ന് കുഞ്ഞിന്റെ നനവ് ഒപ്പിക്കളയാണ്. നീലിമ ഡ്രസ്സും പൗഡറും ഒക്കെ എടുത്തു വെച്ച് കുഞ്ഞിനെ എടുക്കാൻ തയ്യാറായി നിൽക്കുക. മേമിയുടെ കുഞ്ഞാപ്പിയുടെ കുളി കഴിഞ്ഞ കരയാടച്ചിക്കാനി തണുക്കുന്നുണ്ടോ പൊന്നെ? നില ചെന്ന് ഉറക്കി 2 വർത്തമാനം പറഞ്ഞപ്പോൾ കരച്ചിലൊന്ന് നിർത്തി ചുറ്റും ശ്രദ്ധിക്കാൻ തുടങ്ങിയ കുഞ്ഞിനെ അമ്മമ്മ നിലയുടെ കയ്യിലേക്ക് നൽകി. ഒന്നുകൂടി ഉറങ്ങും, കിടത്തിക്കോ. അവരെത്തും മുന്നേ അമ്മയുടെയും മോന്റെയും കുളി കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് കുളിപ്പിച്ചത്. ആൾക്ക് അത്ര പിടിച്ചില്ല, അതാ വാശി. ആണോടെ പൊന്നെ, ഈ അമ്മയും മുത്തശ്ശിയും പൊന്നിന്റെ ഉറക്കം കളഞ്ഞോ? നില കുഞ്ഞിനെ പയ്യെ കയ്യിൽ വെച്ച് ആട്ടി. ഞാൻ പോയി ബാക്കി പണി നോക്കട്ടെ. എല്ലാം തീർത്തു വച്ചാൽ അവര് വരുമ്പോ തിരക്ക് പിടിക്കാതെ അക്കൂടെ ഇരുന്ന് സംസാരിക്കാലോ. അമ്മമ്മ വേഗം അടുക്കളയിലേക്ക് നടന്നു. നില കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി പൗഡർ ഇടിക്കുന്ന നേരം നീലിമ നിളയുടെ മുടി കോന്തി ഒതുക്കി കെട്ടിക്കൊടുത്തു. കുഞ്ഞിനെ ഇടിക്കുന്ന പൗഡർ അവളുടെ കയ്യിൽ നിന്നെടുത്ത് മുഖത്തൊന്ന് തടവിട്ട് ഒരു പൊട്ടുകൂടി വെച്ച് കുഞ്ഞിന് മുന്നേ നിളയെ ഒരുക്കി നീലിമ. ദാ ചെക്കൻ സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. നില കുഞ്ഞിനെ നീലിമയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇവൻ മാത്രമല്ല, നീയും സുന്ദരിയായിട്ടുണ്ട്. ഞാൻ ഒന്ന് ഉറക്കി നോക്കട്ടെ. നീ അപ്പോഴേക്കും പോയി വല്ലതും കഴിക്കാൻ നോക്കിയേ. നീലിമ നിലയെ നിർബന്ധിച്ച് കഴിക്കാൻ വിട്ടു. അതിഥികളെ സ്വീകരിക്കാൻ വിധം എല്ലാവരും ചേർന്ന് വീടൊന്ന് അടക്കി പെറുക്കിയെടുത്തു. എല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോൾ തന്നെ വഴി ചോദിച്ചു വിശ്വത്തിന്റെ കോൾ ജിതിന് വന്നു. ജിതിൻ ലൊക്കേഷൻ ഷെയർ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയതിന്റെ പിന്നാലെ ബാക്കിയുള്ളവരും ഉമർത്തും വാതിക്ക വരെയൊക്കെ വന്നു നിന്നു. മുറ്റത്തേക്ക് ആദ്യം കയറി വന്ന് നിന്നത് വിശ്വത്തിന്റെ കാറാണ്. കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് വൃന്ദയും. അവൾ വേഗം നിലയ്ക്ക് അടുത്തേക്ക് ഓടിയെത്തി. പിന്നാലെ വിശ്വത്തും വിജയനും വനജയും കാറിൽ നിന്ന് ഇറങ്ങി. അടുത്ത കാർ കൂടി മുറ്റത്തേക്ക് കയറിയിട്ടാണ് ജിതിൻ റോഡിൽ നിന്ന് മുറ്റത്തേക്ക് കയറി വന്നത്. രണ്ടാമത് വന്ന കാറിൽ നിന്ന് പ്രസന്നനും ബിന്ദുവും ഇറങ്ങി. ഒപ്പം കൂടി ഇറങ്ങുന്ന സേതിയെയും പ്രജിനെയും കണ്ട് നില അമ്പരന്നു. പ്രജിനും സേതിയും വരുന്നുണ്ടെന്ന് ബാക്കിയുള്ളവർക്ക് അറിയില്ലായിരുന്നു. ജിതിൻ ചെന്ന് പ്രജിന് കൈ കൊടുക്കുന്ന നേരം നില സേതിക്ക് അടുത്തേക്ക് എത്തി. നീ എപ്പോ എത്തി? ഇന്നലെ വിളിച്ചപ്പോ കൂടി പറഞ്ഞില്ലല്ലോ. ഇവിടെ ഇത്രയും നല്ലൊരു ചടങ്ങ് നടക്കുമ്പോൾ ഞാൻ എങ്ങനെയാടി ഈ വരാതിരിക്കുക? അകത്തേക്ക് വാ മക്കളെ, സംസാരം അകത്തേക്ക് കയറിയിട്ടാവാം. അമ്മമ്മ വിളിച്ചപ്പോൾ ഓരോരുത്തരായി അകത്തേക്ക് കയറി. അവസാനം അകത്തേക്ക് കടക്കാൻ നിന്ന നിളയെ കൈവിരലുകളിൽ പിടിച്ച് വിശ്വത്ത് പിന്നോക്കമാക്കി. എന്തിയേ? നിള അവനെ ഒന്ന് നോക്കി.
നീ എന്നെ കണ്ടില്ലെങ്കിൽ കണ്ടോട്ടെ എന്ന് വച്ചാ. ഏ ആദ്യം കാര്യം മനസ്സിലായില്ലെങ്കിലും അവന്റെ മുഖത്ത് തെളിഞ്ഞ കുശുമ്പിൽ നിന്ന് അവൾ കാര്യം ഗ്രഹിച്ചെടുത്തു. ഞാൻ സാറിനെ മാത്രം കണ്ടുള്ളൂ. ചിരി ഒതുക്കി പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കടന്നു. അപ്പോഴേക്കും എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരുന്ന് സംസാരത്തിന് തുടക്കം കുറിച്ചു. പ്രജിനടുത്തേക്ക് വന്നിരിക്കുന്ന വിശ്വത്തിന്റെ മുഖം കുറച്ചുകൂടി വീർത്ത് കെട്ടി. ഷീജയ്ക്ക് അരികിലായി ചെന്ന് നിൽക്കുമ്പോഴും അവന്റെ ആ ഇരിപ്പ് കണ്ട് നിള ചിരിയൊതുക്കാൻ പാടുപെട്ടു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.